विष्णुपदाय कृष्ण प्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौतम हरे कृष्ण 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 राम हरे जय गौरव हरे कृष्ण चैतन्य चरितामृतम പഠന രണ്ടാം ഭാഗം 9ാമത്തെ അധ്യായം. മഹാപ്രഭുവിന്റെ തീർത്ഥയാത്ര എന്ന് പറയുന്ന അധ്യായത്തിലാണ് ചൈതന്യ മഹാപ്രഭു വെങ്കടഭട്ടയും തമ്മിലുള്ള സംഭവമാണ്. ഈ സമയത്ത് ശ്രീരംഗത്താണ്. ശ്രീരംഗത്ത് വെച്ച് അദ്ദേഹം വെങ്കടഭട്ട കണ്ടുമുടിയും ആ സമയത്താണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ. കാവേരിയിൽ കൂടുതലായി പറയുന്നു. പലരും ചൈതന്യ മഹാപ്രഭുവിന്റെ അച്ഛനടുത്തു അവർ വൈഷ്ണവരായി. പലരും ചൈതന്യ മഹാപ്രഭുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കാനുള്ള അവസരം അവർ കിട്ടുകയും, ചിലർക്ക് കിട്ടിയില്ല. കാരണം ചമാസം കഴിഞ്ഞപ്പോൾ അതിനൊരു അവസരം കിട്ടിയില്ല. അപ്പൊ ആ സമയത്താണ് ചൈതന്യ മഹാപ്രഭു അവിടെ ഒരു ബ്രാഹ്മണനെ കാണുന്നത്. നിത്യം അദ്ദേഹം ഭഗവത്ഗീത 18 അധ്യായം അവിടെ ഒന്ന് വായിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉച്ചാരണം ശരിയല്ല. പലരും അദ്ദേഹത്തിനെ കളിയാക്കി. അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായ ഇന്ദ്രിയ ആനന്ദം ചൈതന്യ മഹാപ്രഭു മനസ്സിലാക്കുകയും അങ്ങനെ ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, ഭഗവത്ഗീതയുടെ ഏത് ഭാഗമാണ് അങ്ങക്ക് അതീന്ദ്രിയ ആനന്ദം നൽകുന്നതെന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ശ്യാമളവർണ്ണൻ, അതായത് രഥത്തിലിരിക്കുന്നത്, അതുപോലെ അർജുനൻ ഉപദേശിക്കുന്നതും കണ്ട് ഞാൻ ആരപ്പുളകിതനാകുന്നു. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്തു. അങ്ങ് ഭഗവത്ഗീതയുടെ കൺക്ലൂഷൻ ചുരുക്കം മനസ്സിലാക്കിയ ആളാണ് എന്ന് പറഞ്ഞത് ആലിംഗനം ചെയ്തു. ഇപ്പൊ അതിനുശേഷം വെങ്കടഭട്ടയും ചൈതന്യ മഹാപ്രഭുവും തമ്മിൽ കോൺവെർസേഷനാണ്. ഇപ്പൊ ഇവിടെ ചോദ്യം ലക്ഷ്മി ദേവിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് ലക്ഷ്മി ദേവിക്ക് രാസലീലയിൽ പങ്കെടുക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ്. പതിവതയാണ് എതിർപ്പാന്റെ സഹഭാഗം. ഇപ്പൊ കൃഷ്ണൻ നാരായണ വെങ്കടപ്പനെ സമ്മതിക്കുന്നുണ്ട്. കാരണം കൃഷ്ണലകൾ അസാധ്യമാണ്. അതുകൊണ്ട് ലക്ഷ്മി ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് എന്നുള്ള ചോദ്യം. പക്ഷെ ഇവിടെ അതിനുത്തരമായിട്ടാണ് അടുത്ത 123 വരുന്നത്. ലക്ഷ്മി ആസനത്തിൽ പ്രവേശിക്കാനും കഴിയാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് പറഞ്ഞു തരുന്നു. വൈദിക ജ്ഞാനത്തിന്റെ അതിദേവത്തിൽ പ്രവേശിക്കാനും കൃഷ്ണ അവസരം കഴിഞ്ഞു വരുന്നു. 123 നിവൃതമരുതമനോക്ഷം ദൃഢയോഗയോദിയൻ മുനയോപാസതേ ഹരയോപി യയുസ്മരണ ശ്രീയോ ശ്രീയാ ഉരഗേന്ദ്രഭോഗ ഉജദണ്ഡ വിഷ്ടതിയോ വയമവീതേ സമദുഷോ അങ്കി സരോജസുധാം. മഹാമുനിമാർ യോഗ പ്രാണായാമത്തിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും. അപ്രകാരം അവർ അവരുടെ ഹൃദയ പരമാത്മാവിനെ ദർശിക്കുന്നു.
ഒടുവിൽ അവ്യക്ത ബ്രഹ്മ പ്രവേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭഗവാൻ ശത്രുക്കൾക്ക് പോലും ഭഗവത്മയിലൂടെ അവസ്ഥ നേടുന്നു. എന്നാൽ കൃഷ്ണന്റെ സൗന്ദര്യം ആകർഷിക്കപ്പെട്ട ഭഗവാനെയും സർപ്പങ്ങളെയും പോലുള്ള അവിടെ ആലിംഗനം ചെയ്യുവാൻ മാത്രം ആഗ്രഹിച്ചു. അപ്രകാരം വ്രജധർണികൾ ഭഗവാന്റെ പാദപങ്കജങ്ങളുടെ അമൃത് ആസ്വദിച്ചു. അതുപോലെ ഗോപികമായ കാലടികൾ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ ഉപനിഷത്തുകളും ഭഗവാന്റെ പങ്കജങ്ങളുടെ അമൃത് ആസ്വദിക്കുന്നു. ഇപ്പൊ ഈ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തില് 10:87-23 വരുന്നു. 124 സുദീപായ ലക്ഷ്മീന പായാതെ കാരണം പട്ടക്കഹേ ഇഹ പ്രവേശിതേ നാരേ മോരമന. വസന്തത്തിൽ സുദിഗണങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുകയും ലക്ഷ്മി ദേവിക്ക് പ്രവേശിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തതിനെ പറ്റിയുള്ള ചൈതന്യത്തിന്റെ ചോദ്യത്തിന് വെങ്കടഭട്ട ഇങ്ങനെ പറഞ്ഞു: സംഭവത്തിന്റെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ എനിക്കാവില്ല. ബുദ്ധി സഹജേ അസ്ഥിരാം ഈശ്വരലീല കോടി സമുദ്രഗംഭീര. വെങ്കടഭട്ടൻ പറഞ്ഞു, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. പരിമിതമായും ബുദ്ധിയും സഹജവുമായി അസ്ഥിരത്വം ഉള്ളതിനാൽ എന്റെ ഭഗവാന്റെ ലീലാത്തിൽ പ്രവേശിക്കാനാണ്. തുമി സാക്ഷാത് സൈ കൃഷ്ണന ജാനതി ജകർമ്മ യാരേ നാഹസൈ ജനേ തുമാര ലീലമർമ്മ. അവിടുന്ന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അങ്ങയുടെ കർമ്മങ്ങളുടെ ഉദ്ദേശം അങ്ങയ്ക്കറിയാം. അങ്ങ് ബോധദീപ്തനാകുന്നതും വ്യക്തിക്കും അങ്ങയുടെ ലീലകൾ മനസ്സിലാക്കാൻ കഴിയും. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നത്, ഭഗവാൻ കൃഷ്ണനും ഭഗവത് ലീലകളും തമ്മിൽ അസമർത്ഥമായ ഭൗതിക കേന്ദ്രങ്ങൾക്ക് ദുർഗാഹ്യമുണ്ട്. ഒരുവൻ ഭക്തിപരിതമായ ഭഗവത് സേവനം അനുഷ്ഠിച്ച് ഇന്ദ്രിയങ്ങളെ പവിത്രീകരിക്കണം. ഭഗവാൻ സന്തുഷ്ടനായി സ്വയം വെളിപ്പെടുത്തുമ്പോൾ അവിടുത്തെ അതീന്ദ്രിയ രൂപവും നാമവും ഗുണങ്ങളും ലീലകളും മനസ്സിലാക്കാൻ സാധിക്കും. കഠോപനിഷത്തിലും 2:3, മുണ്ടകോപനിഷത്തിലും 3:2-3 സ്ഥിരീകരിച്ചിട്ടുണ്ട്. യം യേശൈ വൃണുദേന ലഭ്യസൈ ആത്മ വിവൃക്ഷേണുതേ തനും സ്വാം. ഭഗവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരുവന് അവിടുത്തെ അതീന്ദ്രിയ രൂപങ്ങളും നാമങ്ങളും ഗുണങ്ങളും ലീലകളും മനസ്സിലാക്കാൻ കഴിയും. പ്രഭു കഹേ കൃഷ്ണേര ഏക സ്വഭാവ വിലക്ഷണം സമാധുര്യ സർവസിദ്ധഹരേ ആകർഷണ. മഹാപ്രഭു പറഞ്ഞു, ഭഗവാൻ കൃഷ്ണന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവിടുന്ന് സ്വന്തം മാധുര്യ പ്രേമരസത്താൽ എവിടെയും ആകർഷിക്കും. അപ്പോ ഇവിടെ കൃഷ്ണനും നാരായണനും തമ്മിലുള്ള വ്യത്യാസമാണ് ചർച്ച ചെയ്യുന്നത്. കാരണം വെങ്കടഭട്ട ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിലാണ്. അദ്ദേഹം നാരായണനെയാണ് സ്വയം ഭഗവാൻ അംഗീകരിക്കുന്നതും സേവിക്കുന്നത്. ഇന്നും ശ്രീരംഗത്ത് ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൽ അവര് നാരായണ അല്ലാതെ വേറെ ആർക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ശ്രീമദ് ഭാഗവതം പൂർണ്ണമായും ഫുൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവർ ശ്രീമദ് ഭാഗവത സപ്താഹം നടത്താറില്ല. കാരണം ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു, കൃഷ്ണസ്സു സ്വയം ഭഗവാൻ, സ്വയം ഭഗവാൻ കൃഷ്ണനാണെന്ന് പറയുന്നു. അടുത്തത് 128. അപ്പൊ അതുകൊണ്ട് കൃഷ്ണന്റെ ലീലകള് ഏവരെയും ആകർഷിക്കുന്നതാണ്. അത്തരം ലീലകള് ശ്രീനാരായണന് ഇല്ല. ബ്രജലോകേ പാവേ പായേ തൻഹാരക്ഷരണം താന്റെ ഈശ്വരക്കരീനേ ബ്രജന. ബ്രജലോകത്തിലെ അഥവാ ഗോലോക വൃന്ദാവന നിവാസികളുടെ പാപത്തെ പിന്തുടരുന്ന ഒരുവന് ഭഗവാൻ കൃഷ്ണന്റെ പാദാംഗങ്ങളുടെ ശരണം പ്രാപിക്കുവാൻ കഴിയും. എന്നാൽ അവിടെ അവർ കൃഷ്ണൻ സാക്ഷാൽ പരമദിവ്യോത്ത പുരുഷൻ തന്നെയാണെന്ന് അറിയുന്നില്ല. അപ്പൊ ഇതാണ് അവരുടെ പ്രത്യേകത. ബ്രജലോകത്തില് അഥവാ ഗോലോക വൃന്ദാവനത്തിലെ നിവാസികളുടെ പാപത്തെ പിന്തുടരുന്നു ഒരുവന് കൃഷ്ണന്റെ പാദാംഗങ്ങളെ ശരണാപിക്കാൻ കഴിയും. എന്നാൽ അവിടുത്തെ കൃഷ്ണൻ സാക്ഷാൽ പരമദിവ്യോക്ഷൻ അറിയുന്നില്ല. അപ്പോ അവിടെ കൂടുതൽ നമുക്കറിയാം, വ്രജലീലയില് എല്ലാവരും കൃഷ്ണനുമായുള്ള സഖ്യരസത്തിലാണ്. ഗോപന്മാരും ഭഗവാനോട് ഓടുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. അപ്പൊ അവര് ഭഗവാനാണെന്ന് തന്നെ അവര് മറന്നുപോകുന്നു. അവർക്ക് അറിയില്ല യഥാർത്ഥത്തിൽ.
അപ്പൊ അതാണ് നാരായണന്റെ ലീലയും ഭഗവാന്റെ ലീലയും തമ്മിൽ. പക്ഷെ നാരായണനെ സംബന്ധിച്ചിടത്തോളം നാരായണ നമുക്കറിയാം രാസലീല ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി ചതുർഭുജ രൂപം എടുത്തപ്പോൾ എല്ലാ ഗോപിമാരും നമസ്കരിച്ചു. ഓ നാരായണൻ നമസ്കരിച്ചിട്ട് അവർ പോയി. യഥാർത്ഥത്തിൽ ഒരേ ആളാണെങ്കിലും അവർക്ക് ആ ഒരു മാധുര്യ രസം അവർക്ക് നാരായണിൽ നിന്നും കിട്ടുന്നില്ല. അതാണ് വ്യത്യാസം. താന്റെ പുത്രജ്ഞാനം ഉദുകലേ ബാന്ധേ ഗേഹസഗാജ്ഞാനേതിനി ചടേ കാന്ത. അവർ അവിടെ ചിലർ ഭഗവാന്റെ ഒരു പുത്രനായി കാണുകയും ചിലർ ഭഗവാനെ ഒരു പുത്രനായി കാണുകയും ഉള്ളിൽ ബന്ധിക്കുകയും ചെയ്യുന്നു. മറ്റു ചിലർ അവിടുന്ന് ഉറ്റ സുഹൃത്തുക്കളായി കാണുന്നു. അവിടുന്ന് മേൽ വിജയം നേടുകയും കളിയായി അവരുടെ തോളുകളിൽ കയറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ്. ബ്രജേന്ദ്രനന്ദന ബലി തന്റെ ജാനേ ഭജേന ഐശ്വര്യജ്ഞാനേന ഹി കോന സംബന്ധമാന. ബ്രജവാസികൾ കൃഷ്ണനെ ബ്രജഭൂമിയുടെ രാജാവായ നന്ദഗോപരുടെ പുത്രൻ എന്ന നിലയിൽ അറിയുന്നു. തങ്ങൾക്ക് ഭഗവാനോട് ഐശ്വര്യഭാവമുള്ള യാതൊന്നില്ലെന്ന് കരുതുകയും ചെയ്യും. 131. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു 131. ഹരേ കൃഷ്ണ പ്രണാമം. ശ്ലോകം 131. പ്രജാലോകേര ഭാവേ സേവിജന പായ വ്രജേ ബ്രജേന്ദ്രനന്ദന. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ബ്രജധാമവാസികളുടെ കാലടികൾ പിന്തുടർന്ന് അവരുടെ ഭാവത്തിൽ ആര് കൃഷ്ണനെ ഭജിക്കുന്നുവോ അവർക്ക് ബ്രജധാമത്തിൽ ബ്രജേന്ദ്രനന്ദനെ ലഭിക്കുന്നു. ഭാവാർത്ഥം: ബ്രജഭൂമി അഥവാ ഗോലോക വൃന്ദാവനത്തിലെ വാസികൾ കൃഷ്ണനെ നന്ദമഹാരാജന്റെ പുത്രനായി മാത്രം അറിയുന്നു. അവർ സാധാരണ ജനങ്ങളെ പോലെ അവിടുത്തെ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിക്കുന്നില്ല. ഭഗവാൻ എല്ലാവരുടെയും സംരക്ഷകനും എല്ലാ വ്യക്തിത്വങ്ങളിലും വെച്ച് മുഖ്യ വ്യക്തിത്വവുമാണ്. ബ്രജഭൂമിയിൽ കൃഷ്ണൻ തീർച്ചയായും സ്നേഹത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. പക്ഷെ അവിടെ ആർക്കും കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി അറിയില്ല. പകരം ഭഗവാനെ ഒരു മിത്രമെന്ന നിലയിലോ പുത്രൻ എന്ന നിലയിലോ കാമുകൻ എന്ന നിലയിലോ അല്ലെങ്കിൽ യജമാനൻ എന്ന നിലയിലോ അറിയാൻ കഴിയും. ഏതു നിലയിലായാലും ശ്രദ്ധാകേന്ദ്രം കൃഷ്ണനാണ്. ബ്രജവാസികൾ ഭഗവാനോട് ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യം എന്നീ രസങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഭക്തിയുത സേവനത്തിൽ വ്യാപൃതനാകുന്ന ഒരു വ്യക്തിക്ക് രസങ്ങൾ എന്നറിയപ്പെടുന്ന ഈ അതീന്ദ്രിയ ബന്ധങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാവുന്നതാണ്. അത്തരം ഒരു വ്യക്തി പരിപൂർണതയുടെ തലം പുൽകുമ്പോൾ പരിശുദ്ധമായ ആധ്യാത്മിക വ്യക്തിത്വത്തിൽ സ്വഭവനത്തിലേക്ക് കൃഷ്ണന്റെ സമീപത്തേക്ക് തിരിച്ചു പോകുന്നു. ഹരേ കൃഷ്ണ. ഇതാണ് വ്യത്യാസം. ഇപ്പൊ പ്രഭുപാദ പർപ്പോട്ടിലും ഭാവാർത്ഥത്തിലും പറയുന്നുണ്ട് ബ്രജ ഭക്തിയാണ് ഏറ്റവും ഉന്നതം, ശ്രേഷ്ഠമായത്. അപ്പൊ അവരുടെ കാലടികളാണ് നമുക്ക് പിന്തുടരേണ്ടത്. കാരണം അവർക്ക് ഭഗവാൻ എല്ലാവരുടെയും സംരക്ഷകനും വ്യക്തിത്വങ്ങൾ വെച്ച് മുക്തിയ വ്യക്തിത്വമാണെന്ന് അറിയാം. പക്ഷെ ഭഗവാനാണെന്നുള്ള കാര്യം അവരാണ്. അപ്പൊ അവര് ഭഗവാനുമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന ഈ താഴെ പറയുന്ന രസങ്ങളിലാണ്: ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യം. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്ന സേവനത്തിൽ വ്യാപൃതനാകുന്ന ഒരു മാത്രമേ ഈ അതീന്ദ്രിയ ബന്ധങ്ങള് മനസ്സിലാക്കാൻ പറ്റൂ. അതുപോലെ ഇതിലൂടെ മാത്രമേ നമുക്ക് ഈ ഭക്തിയുത സേവനം സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികള് ഭഗവാന്റെ അടുത്ത് പോകും എന്നാണ് ഇവിടെ പറയുന്നത്. 132. ന്യായം സോഗോപാഹിനാം ഗോപീസുതാം ജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാ ഭക്തിമതാം വിഹാ. ശ്രീ ചൈതന്യ മഹാപ്രഭു പറയാണ്, എന്താ പറയുന്നത്? നൈസർഗികമായ ഭക്തിതമായ സേവനത്തിൽ മുഴുകുന്ന ഭക്തർക്ക് പ്രാപ്യനാണ് യശോദപുത്രനും സർവ ഉത്തമ പുരുഷനുമായ ശ്രീകൃഷ്ണൻ. എന്നാൽ ജ്ഞാനികൾ കഠിന വ്രതങ്ങളിലും തപശ്ചര്യകളും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്കും ശരീരത്തെ ആത്മാവായി കരുതുന്നവർക്കും അത്ര എളുപ്പമല്ല. അപ്പോ
ഇവിടെ ഭക്തന്റെ മഹിമയാണ് ഇത് വെളിവാക്കുന്നത്. അത് മാത്രമല്ല ഭക്തിയുത സേവനത്തിന്റെ. ഇപ്പൊ നമ്മള് ചൈതന്യ മഹാപ്രഭുവിന്റെ കാലടികൾ പിന്തുടരുന്ന ഗൗഡീയ വൈഷ്ണവ സമുദായത്തിൽപ്പെട്ട വ്യക്തികളാണ്. അപ്പോ അവരുടെ ആചാര്യന്മാരുടെ, നമ്മുടെ പരമ്പരയിൽ നിന്ന് ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലേ? അപ്പോ ഇവിടെ നൈതികമായ ഭക്തിയുത സേവനം, അതാണ് നമ്മള് സ്വാഭാവികമായി ചെയ്യുന്ന പ്രവർത്തനം. അതായത് സാധന ഭക്തിയിൽ നിന്നും ഉയർന്നതാണ് ഏത് രണ്ടാമത്തെ ഭക്തിയായ രാഗാനുക ഭക്തി. രാഗാനുക ഭക്തിയിലാണ് നമ്മൾ സ്വമേധയാ ഭഗവാന് സേവനം ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം ഭക്തരും ജ്ഞാനികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അവര് കഠിന വ്രതങ്ങളും തപശ്ചര്യകൾ അനുഷ്ഠിച്ചെങ്കിലും അവർ കൃഷ്ണനെ കുറിച്ച്, കൃഷ്ണനെ അറിയാൻ അല്ലെങ്കിൽ കൃഷ്ണനെ പ്രാപിക്കുക അത്ര എളുപ്പമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് മധ്യലീലയിൽ 227 നൽകപ്പെട്ടുള്ള ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിൽ ഉച്ചരിച്ചുള്ളൂ. അപ്പൊ ഇത് ശ്രീമദ് ഭാഗവതത്തിന്റെ കൊട്ടേഷനാണ്. 33 ശ്രുതിഗണാ ഗോപികനേര അനുഗതഹയ ഗോപികവലയ. സ്ത്രീകളുടെ അധിപതകൾ അഥവാ സുബികൾ കാലടി തുടർന്ന് കൃഷ്ണന്റെ ഗോപീഭാവത്തിൽ ഭജിക്കുന്നു. അപ്പൊ ഇവിടെ നാം ഫോളോ ചെയ്യുന്നത് ഗോപികമാരുടെ കാലടിയാണ്. അതാണ് ഗോപീ ഭർത്തമലയോർ ദാസ ദാസ ദാസാനു ദാസൻ. വായിക്കാമോ മാതാജി? 133 ശ്രുതിഗണങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ രാസയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ അവർ ഭഗവാനെ ഗോപികമാരുടെ ഭാവത്തിൽ ആരാധിക്കുന്നു. എന്നാൽ അവർ ആരംഭഘട്ടത്തിൽ വിജയം പ്രാപിക്കില്ല. ഗോപികമാരുടെ ദ്വിതീയ ഭാവത്തിൽ കൃഷ്ണനെ ധ്യാനിച്ചിട്ടും രാസനൃത്തത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നപ്പോൾ വാസ്തവത്തിൽ അവർ ഗോപികമാരുടേതുപോലുള്ള ശരീരങ്ങൾ സ്വീകരിച്ചു. അവർ വ്രജഭൂമിയിൽ ജന്മം പോലും ചെയ്തു. ഭരണഫലിതമായി അവർ ഗോപികമാരുടെ ഹർഷോന്ന പ്രേമത്തിൽ മഗ്നരായി. ഈ വിധത്തിൽ അവർ ഭഗവാന്റെ രാസ പ്രവേശിക്കാൻ അനുവദിക്കപ്പെട്ടു. അപ്പോ ഇവരെല്ലാം ഭഗവാൻ ലീലയിൽ പങ്കിടാൻ, രാസത്തിൽ പങ്കിടാനായിട്ട് ഗോപികമാരുടെ ശീലം തന്നെ സ്വീകരിക്കേണ്ടിയുണ്ട്. അതേസമയം ലക്ഷ്മി ദേവിക്ക് ഇതിൽ പെടാൻ കഴിയുന്നില്ല. ബാഹ്യന്തര ഗോപിക ഹേ ഗൃജ യബേ പൈല ശൈദേ ഹേ കൃഷ്ണ ശ്രീരാസകീല പൈല. അപ്പോ ശ്രുതിഗണ അതിദേവതകൾ വ്രജഭൂമിയിൽ ഉപശ്രീകളായി ജന്മമെടുക്കും. ആ ദേഹത്തിൽ അവർക്ക് രാസലീലയിൽ പ്രവേശിക്കാനുള്ള അനുമതി. എല്ലാവരും ഒരുപോലെ ഭക്തിയുടെ സേവനത്തിലാണെങ്കിലും ഇവൻ ഗോപികമാരിൽ തന്നെ പല നിലവാരത്തിലുള്ള, എല്ലാവർക്കും രാസലീലയിൽ പങ്കെടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഭഗവാന്റെ പേഴ്സണൽ, അതായത് വ്യക്തിപരമായിട്ടുള്ള അസോസിയേറ്റ് കിട്ടാത്ത ഗോപികമാരുമുണ്ട്. പ്രഭുപാദര് പറയുന്നുണ്ട്, പരിശുദ്ധ ഭക്തന്മാര് ഇടയിൽ തന്നെ പല നിലവാരമുണ്ട്. ഇപ്പൊ പ്രഭുപാദര് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും എല്ലാ ജീവിതം ഭഗവാന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തി, കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് പരിശുദ്ധ ഭക്തനാണ്. പക്ഷെ ആ പരിശുദ്ധ ഭക്തിയിൽ തന്നെ പല നിലവാരത്തിലുള്ള ആൾക്കാരാണ് ഭക്തന്മാരാണ്, വെറൈറ്റീസ്. ഗോപജാതി കൃഷ്ണ ഗോപശ്രേയസി താൻഹര ദേവീവാം ശ്രീകൃഷ്ണനാകരെ അംഗീകര. ഭഗവാൻ കൃഷ്ണൻ ഗോപാലക സമൂഹത്തിൽപ്പെട്ടവനാകുന്നു. ഗോപികമാർ അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേയസികളും. ദേവസ്ത്രീകൾ ഭൗതിക ലോകത്തിൽ ഏറ്റവും ഐശ്വര്യവതികളാണെങ്കിലും അവർക്കോ ഭൗതിക ലോകത്തിലെ മറ്റേതെങ്കിലും സ്ത്രീകൾക്കോ കൃഷ്ണന്റെ സംഘം നേടാൻ സാധ്യമല്ല. അപ്പോ സാധാരണ ആൾക്കാർ ദേവന്മാർ ഏറ്റവും ഉയർന്നത് ദേവസ്ത്രീകളാണ്, ദേവന്മാരാണ് ഏറ്റവും ഉയർന്നത് എന്ന് വിചാരിച്ച് അവരെ ആരാധിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമുണ്ട്. പക്ഷെ അവരെല്ലാം ഗോപികമാരെ കമ്പയർ ചെയ്യുമ്പോൾ അവരാരും
ഒന്നും അല്ല. ഭഗവാന്റെ അവർക്കും കിട്ടാൻ സാധ്യമല്ല എന്നാണ് അവിടെ പറയുന്നത്. 136 വായിക്കും. അത് ലക്ഷ്മി ഗൗരപ്രിയ 136. ഓക്കെ. ലക്ഷ്മി ചാഹിദേഹേ കൃഷ്ണേര സംഗം ഗോപിക അനുഗാഹയ കൈലാസജന. ലക്ഷ്മി എന്ന തന്റെ ആദ്യ സ്വരൂപം നിലനിർത്തിക്കൊണ്ട് ഭഗവാൻ കൃഷ്ണനുമായി സംഗമം ദേവി ആഗ്രഹിച്ചു. കൃഷ്ണനെ ആരാധിക്കുന്നതിൽ അവർ ഗോപസ്ത്രീകളുടെ കാലുകൾ പിന്തുടരുന്നതുമില്ല. അപ്പോൾ ഇവിടെ ലക്ഷ്മി കൃഷ്ണനുമായുള്ള സംഘം ആഗ്രഹിച്ചു, പക്ഷെ അവർ ഗോപസ്ത്രീകളുടെ കാലടികൾ തുടർന്നില്ല എന്നുള്ളതാണ്. അന്യേഹേന പായേ രാസവിലാസ അതേവനായം ശ്ലോകവേദവ്യാസ. ഒരു ഗോപിയുടെ അല്ലാതെ തന്റെ ഏതൊരു ശരീരത്തിലും ആർക്കും രാസക്രിയയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതിനാൽ വേദങ്ങളുടെ പരമാവധികാരിയായ വ്യാസദേവൻ നായം സുഗോപഭവൻ എന്ന ശ്ലോകം രചിച്ചു. ഇപ്പൊ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നത് 9:25 ശ്ലോകത്തിൽ സ്വീകരിക്കും. യാന്തി ദേവവൃതാദേവാൻ പ്രതിയാന്തി ഭൂതേഭ്യോ യാന്തി മത്യാദി. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരുടെ ജനിക്കും, പിതൃപൂജകൾ പിതൃപൂജയുടെ ജനിക്കും, ഭൂതപ്രേതയിൽ പ്രവേശിക്കുന്നവരുടെ അവരുടെ ഇടയിലും ജനിക്കും. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കുന്നു. ദേവഭക്തന്മാരും കൃഷ്ണഭക്തന്മാരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഭൗതിക ലോകത്തിൽ ബദ്ധാത്മാവും അവരുടെ ദേഹം വീണ്ടും വീണ്ടും മാറ്റുന്നു. എന്നാൽ ജീവാത്മാവ് എല്ലാ ഭൗതിക കാരണങ്ങളും നീക്കി പൗത്രീകരിക്കപ്പെടുമ്പോൾ അവന് പിന്നൊരിക്കലും ഒരു ഭൗതിക ദേഹം സൃഷ്ടിക്കാൻ അവസരമുണ്ടാകുന്നില്ല. അത്തരം ഒരു ആത്മാവ് തന്റെ മൂലസ്വരൂപത്തിൽ നിലകൊള്ളുന്നു. ദക്ഷിണാബോധ പ്രക്രിയ അനുസരിച്ച് കൃഷ്ണനെ അറിയുന്നതിലൂടെ മാത്രമേ സാധ്യമാകൂ. ഭഗവത്ഗീത 4:9 പറയുന്നു, ജന്മകർമ്മചതുമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്വക്താദേഹം പുനർജന്മാനൈതി മാമേതി സോർജുന. അല്ലേ അർജുന, എന്റെ ജനനത്തെയും പ്രവൃത്തികളെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ച മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പറക്കുന്നില്ല, അവർ ശാശ്വതമായ ലോകത്തിൽ. അപ്പോ ഇവിടെ ദേവഭക്തന്മാരെ അല്ലെങ്കിൽ ദേവന്മാരെ ആരാധിക്കുന്നവർക്ക് പുനർജന്മമുണ്ട്. പക്ഷെ ഭഗവാൻ പറയുന്നത്, എന്നെ ആരാധിക്കുന്നവർ എന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ ഭഗവാന്റെ ലീലകള് ശരിക്കും സാക്ഷാത്കരിക്കപ്പെട്ട ഒരു സ്വാഭാവികമായും ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകും എന്നുള്ളതാണ് ഇവിടെ ഭഗവത്ഗീത 4:9 പറയുന്നത്. തന്റെ മൗലികമായ ആധ്യാത്മിക ശരീരം എടുക്കുമ്പോൾ മാത്രമേ ഒരുവന് ആധ്യാത്മിക സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഭഗവാൻ രാസലീലയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്തുള്ള ഒരുവൻ ഭഗവാന്റെ നൃത്തങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്ന പക്ഷം അത് വൃഥാവിലാകും. ഒരുവൻ രാസലീലയെ പ്രവേശിക്കണമെങ്കിൽ ഗോപികൾ പോലുള്ള ആധ്യാത്മിക ശരീരം നേടണം. ന്യായം സുഖോപോ എന്ന ശ്ലോകം ഭക്തന്മാരെ ഭക്തിമത് എന്ന് പരാമർശിച്ചിരിക്കുന്നു. അതായത് പൂർണ്ണമായും ഭക്തി സേവനത്തിൽ മുഴുകിയവരും ഭൗതിക മാലിന്യങ്ങൾ ഇല്ലാത്തവരും എന്നർത്ഥം. രാസലീലയെ കൃത്രിമമായി അനുകരിക്കുന്നതിലൂടെയോ ഒരു സഖിയാണെന്ന് കൃത്രിമമായി ഭാവിക്കുന്ന വേഷം ധരിക്കുന്നതിലൂടെയോ ഒരുവന് കൃഷ്ണന്റെ രാസലീല പ്രവേശിക്കാൻ കഴിയുകയില്ല. കൃഷ്ണന്റെ രാസലീല നൃത്തം പൂർണ്ണമായും ആധ്യാത്മികമാണ്. അത് ഭൗതികരുടെ യാതൊരു ബന്ധവുമില്ല. അതിനാൽ ആർക്കും ഈ ലീലേക്രമോ ഭൗതികമായ മാർഗം പ്രവേശിക്കാനാവില്ല. ന്യായം സുഖോപോ എന്ന ശ്ലോകം നിർദ്ദേശിക്കുന്നത് അതാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നേടാൻ കഴിയുന്നത് ഏറ്റവും ഉന്നതമായ ഒരു നിലവാരം എന്ന് പറയുന്നത് ഗോപികമാരുടെ ആ നിലവാരമാണ്. അപ്പൊ അവർക്ക് ഭഗവാന്റെ പേഴ്സണൽ അസോസിയേഷൻ, ഭഗവാൻ തന്നെ നേരിട്ട് തന്റെ കരങ്ങൾ കൊണ്ട് അവരെ ആലിംഗനം ചെയ്തു. അല്ലെ, ഇതിൽ പരം ഭാഗ്യം ആർക്കാണുള്ളത്? അപ്പോ ഇത് നമ്മള് ആർട്ടിഫിഷ്യലായിട്ട് നമുക്കൊരു വേഷം കെട്ടിയത് കൊണ്ടോ ഭാവിച്ചത് കൊണ്ടോ ആയില്ല. അപ്പൊ നമ്മൾ ആ നിലവാരത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ ആ ഗോപികമാർ ആസ്വദിച്ചതുപോലുള്ള ആ പാവം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഗോപികമാരുടെ പാവം, മാധുര്യ പാവമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ഉന്നതമായത് പറയാൻ കാരണം.
പൂർവേ പട്ടേര മനേയകച്ചിലഭിമാന ശ്രീനാരായണ കയേനദ്വയം ഭഗവാൻ. ചൈതന്യ മഹാപ്രഭു വിവരണം നൽകുന്നതിന് മുമ്പ് ശ്രീ നാരായണൻ ആണ് പരമദിവ്യോത്ത പുരുഷനായിരുന്നു വെങ്കടഭട്ടൻ വിചാരിച്ചിരുന്നത്. അപ്പോ ചൈതന്യ മഹാപ്രഭുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നും വെങ്കടഭട്ടൻ മനസ്സിലാക്കി ശ്രീമദ് നാരായണല്ല ശ്രീകൃഷ്ണ ഭഗവാനാണ് സ്വയം ഭഗവാൻ എന്ന് മനസ്സിലാക്കി. താന്റെ ഭജന സർവോപരി കക്ഷാഹയ വൈഷ്ണവേര ഭജന സർവോപരിഹയ. ഈ വിധത്തിൽ ചിന്തിച്ച് വെങ്കടഭട്ടൻ നാരായണ ആരാധനയെ പരമ ആരാധനയായും എല്ലാവിധ ഭക്തി സേവന പ്രക്രിയയിലും വെച്ച് പരമായും വിശ്വസിച്ചു. കാരണം രാമാനുചാര്യന്റെ വൈഷ്ണവ ശിഷ്യന്മാർ അതാണ് പിന്തുടരുന്നത്. അപ്പോ രാമാനുചാര്യന്റെ അതായത് ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തില് ഫോളോ ചെയ്യുന്നത് അവരുടെ സംബന്ധിച്ചോളം നാരായണൻ ഏറ്റവും ഉന്നതമായ അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ. ചൈതന്യ മഹാപ്രഭുവായിട്ടുള്ള കോൺവെർസേഷനിലാണ് വെങ്കടഭട്ടന് ഈ തെറ്റായ തത്സീതം മാറുന്നു. ചൈതന്യ മഹാപ്രഭു വെങ്കടഭട്ടന്റെ തെറ്റായ ധാരണ മനസ്സിലാക്കുകയും അത് തിരുത്തുവാനായി നർമ്മരൂപേണ അതോട് ഇപ്രകാരം സംസാരിക്കുകയും ചെയ്തു. എന്താണ് സംസാരിച്ചത്? പ്രഭു കഹേ പത്തുന കരിലം ചെയ്യാ സ്വയം ഭഗവാൻ കൃഷ്ണയെ പ്രിയപ്പെട്ട വെങ്കട ദേവ, ഇനിയും സംശയം വേണ്ട, ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. വേദശാസ്ത്രങ്ങളുടെ തികവുണ്ടാണ്. മഹാപ്രഭു പറയാനുള്ളത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അതിനെ കൃഷ്ണേര വിലാസത്തെ ശ്രീനാരായണ അതേ ലക്ഷ്മി ആദ്യര കരേന. കൃഷ്ണന്റെ ഐശ്വര്യവുമായ ഭഗവാൻ ലക്ഷ്മി ദേവിയുടെയും മര്യാദകൾ മനസ്സിൽ ആകർഷിക്കുന്നു. കൃഷ്ണസ് ഭഗവാൻ സ്വയം ഇന്ദ്രിയാകുലം ലോകം യുഗേ യുഗേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും സുപ്രീം എന്ന് സ്ഥാപിക്കുന്ന ഒരു ഭാഗവത്തിലെ ശ്ലോകമാണ്. ഭഗവാന്റെ അവതാരം പുരുഷാവതാരങ്ങളും അംശാംശങ്ങളോ ആകുന്നു. എന്നാൽ കൃഷ്ണൻ പരിപൂർണനായ ഭഗവാൻ തന്നെയാണ്. ഓരോ യുഗത്തിലും ഇന്ദ്രിയാദികളായ അസന്മാര ദേവം അസ്വസ്ഥവും ലോകത്തുമ്പോൾ അവിടെ തന്റെ അവതാരത്തെ രക്ഷിക്കുന്നു. ശ്രീമദ് ഭാഗവതം 1:3-28 ശ്ലോകമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. അപ്പൊ നമ്മളെല്ലാവരും ഞാനുൾപ്പെടെ വരുന്നതിന് മുമ്പ് ശ്രീനാരായണ ഏറ്റവും സുപ്രീം കൃഷ്ണൻ തന്നെ ഭഗവാന്റെ നാരായണന്റെ അവതാരം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. ഇസ്കോണിൽ വന്ന് പ്രഭുപാദയുടെ ബുക്സ് വായിക്കുകയും ഭക്തന്മാരും ചർച്ചയും ചെയ്തപ്പോ മനസ്സിലായി നാരായണനല്ല കൃഷ്ണനാണ്. ഇന്നും ആൾക്കാർ അങ്ങനെ ആയിരിക്കുന്നു. നാരായണ കൃഷ്ണേര സാധാരണ ഗുണ അതേ ലക്ഷ്മി കൃഷ്ണ കൃഷ്ണ അനുക്ഷണ. നാരായണിൽ ഇല്ലാത്ത 4 അസാധാരണ ഗുണങ്ങൾ കൃഷ്ണൻ ഉള്ളതിനാൽ ഭാഗ്യദേവതയായ ലക്ഷ്മി എല്ലായ്പ്പോഴും അവിടുത്തെ സംഘം ഇച്ഛിക്കുന്നു. അപ്പൊ എന്താണ് വ്യത്യാസം എന്നിവിടെ എടുത്തു പറയും. നാരായണിൽ ഇല്ലാത്ത 4 ഗുണങ്ങൾ കൃഷ്ണനിലുണ്ട്. ഏതൊക്കെയാണെന്ന്? ഭഗവാൻ നാരായണന് 60 ഇന്ദ്രിയ ഗുണങ്ങളുണ്ട്. എല്ലാം പുറമെ നാരായണ ഇല്ല 4 സാധാരണമായ അതീന്ദ്രിയ ഗുണങ്ങൾ കൃഷ്ണനുണ്ട്. 4 ഗുണങ്ങളൊക്കെയാണ് നോട്ട് ചെയ്യുക. സാഗര സമാനമായ അവിടുത്തെ അതിശയകരമായ ലീലകൾ, അതാണ് വളരെ 2 മാധുര്യ പ്രേമത്തിലുള്ള പരമോന്നതായ ഭക്തരായ ഗോപികമാരുള്ള ഭഗവാന്റെ സംഘം. 3 ത്രിലോകങ്ങളെയും ആകർഷിക്കുന്ന സ്പന്ദന ഓടക്കുഴൽ നാദം. അതാണ് എന്നതില്ല. ത്രിലോകങ്ങളുടെയും സൗന്ദര്യത്തെ കിടക്കുന്ന അനിതര സാധാരണമായ സൗന്ദര്യം. ഭഗവാൻ കൃഷ്ണന്റെയും സൗന്ദര്യം അതുല്യവും അലംഘനീയവുമാണ്. അപ്പോ സൗന്ദര്യത്തിൽ വ്യത്യാസമുണ്ട്, ലീലകളിൽ വ്യത്യാസമുണ്ട്. ഓടക്കുഴൽ ഗോപികമായിട്ടുള്ള മാധുര്യ ലീലകൾ, ഇതാണ് വ്യത്യാസം. ഇപ്പൊ മനസ്സിലാക്കുക. ചൈതന്യ മഹാപ്രഭുവിടെ അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു നമ്മുടെ പരമ്പരയിൽ അവസാനത്തെ ആചാര്യനല്ല, ശ്രീ ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ തന്നെ വന്ന് നമ്മുടെ ജീവന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്ന് തുറന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആർക്കും ജാതിയോ മതമോ
അവരുടെ യോഗ്യതയോ ഒന്നും നോക്കാതെ എല്ലാവർക്കും കൃഷ്ണപ്രേമം ചെയ്യുന്നതിന് വേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം. അതാണ് ഏറ്റവും ഉന്നതമായ, നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രേമം. അപ്പൊ നമ്മളെ പോലെ ആൾക്കാർക്ക് അത് പറഞ്ഞു തരും. നമ്മൾ ആ ലെവലിൽ എത്തിയില്ലെങ്കിലും ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തുമി ഏ പടില ശ്ലോക സേഹയ പ്രമാണം സേയ് ശ്ലോക ആയിസേ കൃഷ്ണ സ്വയം ഭഗവാൻ. താങ്കൾ സിദ്ധാന്തസ്ഥ എന്ന് തുടങ്ങുന്ന ശ്ലോകം ചൊല്ലിയത് കൃഷ്ണൻ പരമദൈവത്വം കൃഷ്ണായവാനാണെന്നതിന് ആ ലോകം തന്നെ തെളിവാണ്. സിദ്ധാന്തോ ഭേദോ അഭി ശ്രീശ കൃഷ്ണ സ്വരൂപയോ രസോനോ ദൃശ്യതേ കൃഷ്ണ രൂപമേ രസസ്ഥിതി. അതീന്ദ്രിയ സാക്ഷാത്കാരം അനുസരിച്ച് കൃഷ്ണന്റെയും നാരായണന്റെയും രൂപങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും മാധുര്യരസം മൂലം കൃഷ്ണന് ദിവ്യമായ ഒരു പ്രത്യേക അതീന്ദ്രിയ ആകർഷതയുണ്ട്. അതിനാൽ അവിടുന്ന് നാരായണനേക്കാൾ മികച്ചു നിൽക്കുന്നു. അതീന്ദ്രിയരസങ്ങളുടെ നിർണയമാണിത്. ഇപ്പൊ ഭക്തിരസാമൃത സിന്ധുവിൽ 1-2-50 ശ്ലോകമാണിത്. ഈ ശ്ലോകം ഭഗവാൻ ചൈതന്യ വെങ്കടഭട്ടനോട് പറഞ്ഞതാണെന്ന് ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഇവിടെ പറയുന്നു. ഇതേ ശ്ലോകം വെങ്കടഭട്ടൻ മഹാനോട് പറഞ്ഞതായി നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ ഇവരുടെ സംഭാഷണം ഭക്തിരസാമൃത സിന്ധു രചിക്കുന്നതിന് വളരെ മുമ്പ് നടന്നതായി ഇരുവരും ശ്ലോകം തിരിച്ചത് എങ്ങനെയെന്ന് ചോദ്യം ഉന്നയിച്ചേക്കാം. ഈ ശ്ലോകം ഇതുപോലെ മറ്റനേകം ശ്ലോകങ്ങൾ ഭക്തിരസാമൃത സിന്ധു രചിക്കുന്നതിന് വളരെ കാലം മുമ്പേ ഉണ്ടായി. അപ്രകാരം ഭക്തന്മാർ എല്ലായ്പ്പോഴും ഉദ്ധരിക്കുകയും ആനന്ദ നിർവ്വ അവരുടെ സാരം വിശദീകരിക്കുകയും ചെയ്യുന്നു. അപ്പോ പ്രഭുപാദ അതിനുള്ള കാരണം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ശ്ലോകം ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ ഇത് നേരത്തെ പറഞ്ഞതാണല്ലോ എന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ആ ശ്ലോകം പറഞ്ഞിട്ട്. അപ്പോ സംശയം വേണ്ട, അതിനാണ് ഭക്തിവിനോദ് ഠാക്കൂർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകവും ഇതുപോലുള്ള മറ്റൊരു ശ്ലോകങ്ങളും ഭക്തിരസം രചിക്കുന്നതിന് വളരെ കാലം മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്നതായി ഭക്തിവിനോദ് ഠാക്കൂർ വിശദീകരിക്കുന്നു. അപ്രകാരം ഭക്തന്മാർ എല്ലായ്പ്പോഴും ഉദ്ധരിക്കുകയും ആനന്ദയുടെ രസാരം വിശദീകരിക്കുകയും ചെയ്യുന്നു. 147 സ്വയം ഭഗവാൻ കൃഷ്ണേ ഹരേ ലക്ഷ്മീ രമന ഗോപികാരമന ഹരിതേ നാരേ നാരായണ. പരമദൈവ കൃഷ്ണൻ ഭാഗ്യദേവിയുടെ മനസ്സിനെ ആകർഷിക്കുന്നു. എന്നാൽ ഭഗവാൻ നാരായണന് ഗോപികമാരുടെ മനസ്സിനെ ആകർഷിക്കാൻ ചെയ്യുന്നില്ല. കൃഷ്ണന്റെ ആത്മാർ തെളിയിക്കുന്നു. നാരായണേ കാകഥ കൃഷ്ണാപനെ ഗോപീകാര ഹാസ്യ ഹരൈലഹയ നാരായണ. ഭഗവാൻ നാരായണന്റെ കാര്യം എന്തിനു പറയുന്നു? ഒരിക്കൽ ഗോപികമാരോടൊത്ത് വിരോധം കാട്ടുന്നതിനിടയിൽ സാക്ഷാൽ കൃഷ്ണൻ ഭഗവാൻ തന്നെ നാരായണ രൂപം കൈക്കൊള്ളുകയുണ്ടായി. ചതുർഭുജമൂർത്തിദേക്കായ ഗോപിഗണേ രാഗേ ശ്രീകൃഷ്ണ ഗോപീരനഹേ അനുരാഗേ. കൃഷ്ണൻ നാരായണന്റെ ചതുർഭുജം സ്വീകരിച്ചുവെങ്കിലും അതീന്ദ്രിയ പ്രേമാനന്ദത്തിലുള്ള ഗോപികമാരുടെ കാര്യമായ ശ്രദ്ധ ആകർഷിക്കാൻ അവിടുന്ന് കഴിഞ്ഞില്ല. ഇത് രാസതന്ത്രത്തിൽ സംഭവിച്ചതാണ്. പെട്ടെന്ന് അപ്രത്യക്ഷമായി നാരായണന്റെ രൂപം സ്വീകരിച്ചപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് റെസ്പെക്ട് ചെയ്തേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറം ആകർഷിക്കാനോ അല്ലെങ്കിൽ ആ നാരായണനുമായി ലീലകളാടാനോ ഒന്നും അവര് തയ്യാറായില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. 149 വരെ വായിച്ചു. ഇപ്പോ എന്തുകൊണ്ടാണ് കൃഷ്ണൻ പരമദൂത്തമ പുരുഷൻ നാരായണനുമായിട്ടുള്ള വ്യത്യാസം? ഇത് വേറൊരു തലത്തിലുള്ള ഡിസ്കഷനാണ്. നമ്മൾ നേരത്തെ കണ്ടു ചൈതന്യ മഹാപ്രഭുവും രാമാനുജനും ഡിസ്കഷൻ. അതിനുശേഷം ഇവിടെ വെങ്കടഭട്ടയും ചൈതന്യ മഹാപ്രഭുവും തമ്മിലുള്ള ചർച്ചയാണ്. അപ്പൊ ഈ ചർച്ചയില് രണ്ടിലും ഭഗവാനാണ് സുപ്രീം എന്ന് പറയുന്നു. പക്ഷെ രണ്ടും രണ്ട് രീതിയിലുള്ള ചർച്ചകളാണ്. ഇപ്പൊ ഗോപികുമാരുടെ ലീലയെ കുറിച്ചും അവരെ ആസ്വദിക്കുന്നതിനെ കുറിച്ചും ചൈതന്യ മഹാപ്രഭു രാമാനന്ദറായുമായി ചർച്ച ചെയ്യുന്നു. അപ്പൊ ഇവിടെ കൃഷ്ണൻ വെങ്കടഭട്ടയ്ക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുക്കുന്നത് കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷനെന്ന് സ്ഥാപിക്കേണ്ടിയാണ്. ഓക്കെ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ നമ്മളിവിടെ ഉപസംഹരിക്കുകയാണ്. അപ്പോ 150 മുതൽ നാളെ വായിക്കാം. അപ്പൊ ഇതിനിടയ്ക്ക് എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മുതിർന്ന ഭക്തർക്ക് അത് കൂട്ടിച്ചേർക്കാം. അതല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്സാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതെങ്കിലും മാതാജി മുതിർന്ന ഭക്തന്മാർക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഓക്കെ, ഇവിടെ നിർത്താമോ? വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. ഓക്കെ, വളരെ നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.